പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിലെ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് കേരള നേതാക്കളുടെ അടിയന്തര യോഗം രാഹുൽ ഗാന്ധി വിളിച്ചു. 26-ാം തീയതി ദില്ലിയിൽ വെച്ച് യോഗം ചേരും. ജില്ലാ അധ്യക്ഷന്മാർ മുതൽ മുഴുവൻ നേതാക്കളെയും ദില്ലിക്ക് വിളിപ്പിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ശേഷം സംസ്ഥാനത്ത് രൂക്ഷമായ ഗ്രൂപ്പ് പോരിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുന്നത്. താൽക്കാലിക അധ്യക്ഷനെ മാറ്റി സ്ഥിരം അധ്യക്ഷനെ നിയമിക്കണമെന്ന ആവശ്യമുണ്ടെങ്കിലും പകരമാരെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി നേതാക്കളും അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിട്ട് രംഗത്തുണ്ട്. 26-ന് രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവ് രമേശ് ചെന്നിത്തല, ജില്ലാ പ്രസിഡന്റുമാർ, അധ്യക്ഷൻ എം ഹസൻ തുടങ്ങിയവർ പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, VM സുധീരൻ തുടങ്ങിയവരുമായി നേരത്തെ രാഹുൽ ചർച്ച നടത്തിയിരുന്നു. യോഗത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നികും പങ്കെടുക്കും. പുതിയ അധ്യക്ഷന് വേണമെന്ന കാര്യത്തിൽ AI ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞു നിൽക്കുന്നു. സമവായമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഹൈക്കമാൻഡ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വൈകുന്ന കോൺഗ്രസിന്റെ അധ്യക്ഷ തീരുമാനം അടക്കമുള്ള വിഷയങ്ങളാണ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് BRM ഷഫീർ, KVS ഹരിദാസ് മാധ്യമപ്രവർത്തകൻ, PV മുരുകൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി കൂടി തത്സമയം ചേരും. മറ്റുള്ളവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ ഷഫീർ, അടിയന്തര യോഗമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിളിച്ചിരിക്കുന്നത്. അതായത് അധ്യക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോലും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. നമ്മൾ മുൻനിർത്തി പേരുകൾ പറഞ്ഞിരുന്നവരൊക്കെ തന്നെ അവരെ ചുറ്റിപ്പറ്റിയുള്ള അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പിന്മാറുന്ന സാഹചര്യം. എന്തുകൊണ്ടാണ് ഇതിലൊരു സങ്കീർണത നിലനിൽക്കുന്നത്? അല്ല, ഈ നമ്മുടെ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രശ്നം ഞങ്ങളുടെ പാർട്ടിക്കകത്തില്ല. ബഹുമാനായ മുൻ KPC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം സ്വയം ഒഴിഞ്ഞപ്പോൾ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി സീനിയർ വൈസ് പ്രസിഡന്റും ഞങ്ങളുടെ പാർട്ടിയിലെ മുതിർന്ന നേതാവും കേരളത്തിൽ അത്യാവശ്യം സാങ്കേതിക മൈക്കിൽ ഒരു ചെറിയ സാങ്കേതിക പിഴവുകളുണ്ട്, മടങ്ങിയെത്താം. ശ്രീ PV മുരുകൻ, അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലെ ഒരു പക്ഷേ നോക്കുമ്പോൾ എല്ലാ സമവാക്യങ്ങൾ, ഒരു അധ്യക്ഷൻ മാറിയതിന് ശേഷം ഒരു താൽക്കാലിക അധ്യക്ഷൻ M ഹസനെ വയ്ക്കുന്നു. പക്ഷേ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പൂർണ്ണമായും പോകാതെ അതിനു മുൻപ് ഒരു സമവായത്തിന് വേണ്ടിയുള്ള ചർച്ചകളാണ് ദില്ലിയിലടക്കം നടക്കുന്നത്. ഇന്നിപ്പോൾ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുന്നു. ഇവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ജാതി സമവാക്യങ്ങൾ, ഇതൊക്കെ പരിഗണിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ അതിൽ നിന്നൊരു മുക്തി തേടി ഒരു സ്ഥിരം പദവിയിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണോ? താങ്കൾ കാണുന്ന ഒരു സങ്കീർണത ഇക്കാര്യത്തിൽ എന്താണ്? എൻ്റെ ഒരു സംശയം, യഥാർത്ഥത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണോ താഴെ നിന്ന് മുകളിലോട്ടാണോ? എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? താഴെ തട്ടിൽ നിന്ന് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഉയർന്ന് ഓരോ ലെവലിലെത്തിയിട്ട് അവസാനം സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക എന്നൊരു ഘട്ടമാണ് നമ്മൾ. ഇപ്പം നേരെ തിരിച്ചാണ്. ആദ്യം സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുത്തിട്ട് പിന്നെ താഴോട്ട് വരികയാണ്. എന്താണ്, എങ്ങനെയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? ഞങ്ങളുടെ മുകളിൽ താഴോട്ടാണോ താഴെ നിന്ന് മുകളിലോട്ടാണോ? തീർച്ചയായും മനസ്സിലാക്കുന്ന ജനാധിപത്യം എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്കാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ആദ്യം KPCC അധ്യക്ഷനെ തിരഞ്ഞെടുത്തതിന് ശേഷം താഴെ വന്നിട്ട് പിന്നെ KPCC ഓരോ തട്ടിലുള്ള ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ കൗതുകമുള്ള കാര്യമാണ്. കാര്യം KPCCയിൽ എത്രയോ കാലമായിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് കേട്ടിട്ട് ഇതുവരെ നടന്നിട്ടൊന്നുമില്ല. എത്രയോ കാലമായി, 10-30 വർഷം നമ്മുടെ ഒരു അനുഭവം, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പിന്നെ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഷഫീറൊക്കെ അതിനെക്കുറിച്ച് പറയുമെന്ന് ഞാൻ കരുതുന്നു. കാരണം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതെന്നുള്ളത് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ ഒരു കാര്യം വ്യക്തമാണ്, കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു സ്ഥിരം KPCC അധ്യക്ഷനെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നത്, ഡൽഹിയിൽ പോകുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ഡൽഹിയിൽ ഇത് പഴയ കാലത്തെ പോലെ അല്ല. പഴയ കാലത്താണെങ്കിൽ എന്നറിയാം, ഒരു KPCC അധ്യക്ഷൻ തിരഞ്ഞെടുക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച്. രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്ന, ഇപ്പോൾ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്നെന്ന് പറയാവുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു KPCC അധ്യക്ഷനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തെ ഒരു തെരഞ്ഞെടുപ്പ് അധ്യക്ഷനെയോ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് ഒരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതൊരു ഇപ്പോഴത്തെ അവസ്ഥയിൽ, കാരണം ഉമ്മൻചാണ്ടിയുടെ പേര് മുൻനിർത്തിയുള്ള ചർച്ചകളാണ് കേട്ടത്. ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ഹൈക്കമാൻഡിന്റെ അല്ലെങ്കിൽ സമ്മർദ്ദം ഇല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊഴിയുന്നു. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ പേര് കൂടി പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അവിടെ ഗ്രൂപ്പ് സമവാക്യം ഒക്കെ നമുക്ക് പരിശോധിക്കാം. ഇവിടെ നോക്കുമ്പോൾ താങ്കളുടെ ഒരു കാൽക്കുലേഷനിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ പര്യാപ്തനായ ഒരു നേതാവ്, അത് താങ്കളുടെ ഒരു പക്ഷേ കാണുന്നത് ആരെയാണ്? ഉമ്മൻചാണ്ടി സമ്മതിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെയാണ് നല്ല നേതാവ്. കാരണം ഉമ്മൻചാണ്ടിയെ പോലെ ഇത്രയും ചാണക്യനായ ഒരു നേതാവ്, കരുണാകരനേക്കാൾ വലിയ ചാണക്യനായ ഒരു നേതാവായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം കരുണാകരൻ്റെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ നമ്മൾ പത്രപ്രവർത്തനായിരുന്നതാണ്. പക്ഷേ
കരുണാകരനേക്കാൾ ചാണക്യനായ ഒരു നേതാവാണ് കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി നേതാവായിട്ട് വരികയാണെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും നല്ലത് അത് തന്നെയാണ്. പക്ഷേ ഉമ്മൻചാണ്ടി വി എം സുധീരൻ പറയുന്നത് പോലെ വി എം സുധീരൻ ആരോഗ്യ പ്രശ്നമാണ് പറയുന്നത്. അതേപോലെ ആരോഗ്യ പ്രശ്നം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇനി അദ്ദേഹം ഇനി KPCC പ്രസിഡന്റ് ആയതിനു ശേഷം ആരോഗ്യ പ്രശ്നം ഉന്നയിക്കുമോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ KPCC പ്രസിഡന്റ് ആവാൻ ഇന്ന് യോഗ്യനായിട്ടുള്ള ആൾ നിശ്ചയമായിട്ടും വി എം സുധീരനൊക്കെ മാറിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി തന്നെയാണ്. അവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഗ്രൂപ്പ് സമവാക്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷേ ഞാൻ ചോദിച്ചത് ഒന്ന് പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഗ്രൂപ്പ് സമവാക്യം നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല ഗ്രൂപ്പ് സമവാക്യം അത് തന്നെയല്ലേ, ഉമ്മൻചാണ്ടി ആവുന്നത് തന്നെയല്ലേ, അതിന് സംശയമില്ലാത്ത കാര്യമല്ലേ. തീർച്ചയായും. ശ്രീ KVS ഹരിദാസ്, അവിടെ താങ്കൾ എന്താണ് അക്കാര്യത്തിൽ കാണുന്നത്? കാരണം ഒരു കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര പ്രശ്നം എന്നതിനേക്കാൾ ഒരു വിഷയം എന്നതിനേക്കാൾ ഉപരി തീർച്ചയായും അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇത്രത്തോളം ഒരു താൽക്കാലിക അധ്യക്ഷനാണ് ഇപ്പോഴുള്ളത്, ഒരു മാറ്റം വേണം. അവിടെ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ പേര് മുൻനിർത്തിയുള്ള ചർച്ചകൾ നടന്നു പോകുന്നു. ഇതൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, കാരണം താഴെ നേരത്തെ PV മുരുകൻ ചോദിച്ചതുപോലെ ഒരു കോൺഗ്രസ് പാർട്ടിയാണ്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പല തരത്തിൽ വരാം. ഗ്രൂപ്പ് സമവാക്യത്തിൽ നിന്നും ജാതി എല്ലാ സമവാക്യത്തിൽ നിന്നും അത്ര പെട്ടെന്ന് മുക്തി തേടി ഒരു പൂർണ്ണ സംഘടനാ തെരഞ്ഞെടുപ്പ് ഒന്നും സാധ്യമാകും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനെ ഒരു സമവായ ചർച്ചകൾ തേടുമ്പോൾ സ്വാഭാവികമായും താങ്കൾ മുന്നിൽ കാണുന്ന ആ രാഷ്ട്രീയം എങ്ങനെയാണ് ശ്രീ KVS ഹരിദാസ്? പ്രജീഷേ, കോൺഗ്രസ് ഏതായാലും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനൊരു ഒരു ടൈം ഫ്രെയിമും അവർ നിശ്ചയിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി ഒരു പുതിയ ലീഡർഷിപ്പിനെ കൊണ്ടുവരണം. അതാണ് കോൺഗ്രസിൻ്റെ സെൻട്രൽ ലീഡർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എന്തിനാണ് ഒരു പുതിയ പ്രസിഡന്റിനെ വയ്ക്കുന്നത്? ഇപ്പോൾ MM ഹസൻ താൽക്കാലികമായിട്ട് സീനിയർ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലാണ് അദ്ദേഹത്തിനെ PCC പ്രസിഡന്റ് ചുമതല നോക്കാൻ പറഞ്ഞത്. അദ്ദേഹം ആ സ്ഥാനത്തില്ലേ? കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പാരമ്പര്യമുള്ള അനവധി ചുമതലകൾ വഹിച്ചിട്ടുള്ള ആളാണ് MM ഹസൻ. അതിനേക്കാൾ ഉപരി ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, എൻ്റെ കണക്കൂട്ടൽ ശരിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, TO ബാവയ്ക്ക് ശേഷം KPCC പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ഒരു മുസ്ലിം, ആദ്യത്തെ മുസ്ലിം ഹസനാണ്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതിനുണ്ട്. അങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്തിനാ ഇവർ പുതിയ പ്രസിഡന്റിനെ ഇപ്പോൾ കണ്ടെത്താൻ പോകുന്നത്? അതിൽ ഹസനെ വച്ച് വാഴിക്കാൻ പാടില്ല എന്നുള്ള വാശി ആർക്കാണ്? അതാണ് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത. ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോയിട്ട് ആവശ്യപ്പെട്ടത് ഹസനെ നിലനിർത്തണം എന്നാണ്. കാരണം I ഗ്രൂപ്പുകാരനാണ് ഇപ്പോൾ നിയമസഭാ കക്ഷി നേതാവ്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ A ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാവണം പാർട്ടി അധ്യക്ഷൻ. അങ്ങനെയാണ് കുറേ നാളുകളായിട്ട് കേരളത്തിൽ പിന്തുടർന്നു വരുന്ന ഒരു കീഴ്വഴക്കം. അപ്പോൾ ആ നിലയ്ക്ക് A ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഹസനെ നിലനിർത്തുന്നതിൽ ആ ഗ്രൂപ്പിന് എതിർപ്പില്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് കഴിയുമോ ശ്രീ KVS താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്കല്ലേ പോകുന്നേ? സംഘടനാ തെരഞ്ഞെടുപ്പ് 6 മാസത്തിനുള്ളിൽ നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. 6 മാസം കഴിയുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തുകൂടെ? അതിനുള്ള സംഘടനാ സംവിധാനമല്ലേ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ്? അതുവരെ എന്തുകൊണ്ട് ഹസനിപ്പോൾ താൽക്കാലികമായിട്ട് ഈ പ്രസിഡന്റ് ആയതുകൊണ്ട് ആ സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നൊക്കെ വിചാരിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് കാരണമെങ്കിൽ ഹസനെ പാർട്ടിയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ശ്രീ KVS, 91-ലെയൊക്കെ തന്നെ അപകടകരമായ സാഹചര്യത്തിലേക്ക്, തെരഞ്ഞെടുപ്പിലേക്ക് എന്നും പാർട്ടിയിലെ പല വിഭാഗങ്ങൾ അടർന്നു മാറുന്നു, പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കലാപം, ഇതൊക്കെ സാഹചര്യങ്ങൾ മുന്നിൽ കാണേണ്ടുന്ന അല്ലെങ്കിൽ കാണുന്ന പല നേതാക്കന്മാരും കോൺഗ്രസിലുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ആശങ്കയുണ്ടെങ്കിൽ അത് ആര് വന്നാലും, ഇപ്പോൾ ഉമ്മൻചാണ്ടി വന്നാൽ ആ പ്രശ്നം ഉണ്ടാവില്ലേ? VM സുധീരനെ രണ്ടാമത് കൊണ്ടുവന്നാലും പ്രശ്നം ഉണ്ടാവില്ലേ? ഇപ്പോൾ ഉമ്മൻചാണ്ടി നിർദ്ദേശിക്കുന്ന പേര് ബെന്നി ബെഹനാൻ്റെ ആണെന്നാണ് പറയുന്നത്. ഹസനെ മാറ്റിയാൽ ബെന്നിയെ പ്രസിഡന്റ് ആക്കണം എന്നാണ്. ബെന്നി വന്നാൽ ആ പ്രശ്നം ഉണ്ടാവില്ലേ? അപ്പോൾ അതൊന്നും കോൺഗ്രസിനകത്ത് ഒരു സമവായത്തിലൂടെ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ മാത്രമേ അത്തരത്തിലൊരു സമവായത്തിലുള്ള സാധ്യതയുള്ളൂ. അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഉമ്മൻചാണ്ടി പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു.
ഇപ്പോൾ ഞാനിപ്പോൾ വേറൊരു ഇപ്പോൾ ഷഫീറിനൊക്കെ ആയിരിക്കും അത് പറയാൻ കഴിയുക. ഡൽഹിയിൽ ഈ നേതാക്കന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് ഏകകണ്ഠമായിട്ട് ഉമ്മൻചാണ്ടിയെ പ്രഖ്യാപിക്കാനാണോ നീക്കം എന്നുള്ളത് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിന് ഗുണകരമാണ്. കാരണം ഉമ്മൻചാണ്ടിയെ പോലെ ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ പറ്റുന്ന ഒരാൾ വേറെ ഉണ്ടെന്ന് ഞാൻ അങ്ങനെയാണോ ചർച്ചകൾ പോകുന്നത്? ഉമ്മൻചാണ്ടി എന്തായാലും ഉമ്മൻചാണ്ടി ഒരു വാതിൽ അവിടെ തുറന്നിടുന്നുണ്ട്. ഹൈക്കമാൻഡ് സമ്മർദ്ദം അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് താൻ കരുതുന്നില്ല. അങ്ങനെയുള്ള ചർച്ചകൾ, അതിന് മറിച്ചുള്ള ചോദ്യങ്ങൾക്ക്, മാധ്യമപ്രവർത്തക ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒരു സമവായ നേതാവായി ഉമ്മൻചാണ്ടിയെ തന്നെ കൊണ്ടുവരാനുള്ള സാധ്യതയാണോ ഉള്ളത്? 26-ലെ യോഗത്തിന്റെ പ്രസക്തി എന്താണ്? അല്ല, യഥാർത്ഥത്തിൽ ഈ ചർച്ചയിൽ പറയുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ല. ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭയിലും MM മണി ഇഷ്യൂസിലൊക്കെ കിടന്ന് കറങ്ങുന്ന സമയത്ത് അതിൻ്റെ 4 അംശം പ്രശ്നം പോലും കോൺഗ്രസ് ഇല്ല. അത് ആദ്യമേ പറയാം. പിന്നെ KVS കുറച്ച് കാര്യങ്ങൾ നന്നായി, അദ്ദേഹം BJP സഹയാത്രികനാണെങ്കിലും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിൽ കുറേ സത്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ബഹുമാനായ ശ്രീ VM സുധീരൻ സാർ അദ്ദേഹം രാജിവെച്ചു, അദ്ദേഹത്തിന് അനാരോഗ്യം കാരണം രാജിവെച്ചു, ആക്സിഡന്റ് അദ്ദേഹം രാജിവെച്ചു പുറത്തുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് പിന്നെ പരിണിതപ്രജ്ഞനായ ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് നേതാവ് ശ്രീ MM ഹസനെ അവിടെ നിയമിച്ചു. അതിനുശേഷമാണ് ഓൾ ഇന്ത്യ തലത്തിൽ, കേരളത്തിലെന്നല്ല, നിങ്ങൾ അങ്ങനെ ചെറുതായി കാണണ്ട, ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള മൊറട്ടോറിയം ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഇലക്ഷൻ അതോറിറ്റിയായി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വെച്ചു. അദ്ദേഹം ഇവിടെ ആദ്യഘട്ട ചർച്ച നടത്തി. ആദ്യഘട്ടത്തിൽ ബഹുമാനായ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ വിളിച്ചു. അതിനുശേഷം ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ചു. അതിനുശേഷം VM നേരിട്ട് അവിടെ പോയി. ഈ 3 ആളുകളോടൊപ്പം ശ്രീ K മുരളീധരനെയും അവിടെ വിളിച്ചു, ചർച്ച ചെയ്തു. അപ്പോഴെടുത്തൊരു പൊതുവായ തീരുമാനം, എങ്ങനെ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്താം, സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം എന്ത്, ഏത് മോഡ് സ്വീകരിക്കണം, ഇപ്പോഴെന്തെങ്കിലും ഷഫീർ, അങ്ങനെയെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് കാത്തിരുന്നൂടെ? ശ്രീ KVS ചോദിച്ചതുപോലെ MM ഹസൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ KPC പ്രസിഡന്റ് മാറ്റുമെന്ന് ആര് പറഞ്ഞു? കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞു. അല്ലെങ്കിൽ ശ്രീ MM ഹസന് പകരം ആളില്ലെങ്കിൽ ഇതൊന്നും ചലിക്കത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു? 26-ാം തീയതി മുഴുവൻ DCC അധ്യക്ഷന്മാരോട് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ അവർ ചെല്ലും. അവർ ചെന്നതിന് ശേഷം ഓരോ ജില്ലയിലെയും കണക്കെടുക്കും. എന്നിട്ട് എത്ര മെമ്പർഷിപ്പ് വേണം, എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തണം, മാറ്റങ്ങൾ എന്തെങ്കിലും വരണമോ, അത് സമവായത്തിൽ വേണമോ മത്സരത്തിൽ വേണമോ, സമവായമല്ലേ നല്ലത്, അതേ മത്സരമാണോ നല്ലത് എന്നുള്ള ചർച്ചകൾ നടക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം, ഉമ്മൻചാണ്ടി സാർ KPCCയുടെ അധ്യക്ഷനാകണമെന്ന് അദ്ദേഹത്തിന്റെ മനധാരനകത്ത് 1% ആഗ്രഹിച്ചാൽ കേരളത്തിൽ ആരെങ്കിലും എതിർക്കുമോ? അതിനേക്കാൾ ഒരു വലിയ KPC പ്രസിഡന്റ് ഞങ്ങൾക്ക് കിട്ടാനുണ്ടോ? ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഈ സംഘടനയുടെ നിർണായകമായ ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ അങ്ങനെ കടന്നു പോകുമ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ളവർ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറത്തോട്ട് പോകുകയില്ല എന്ന് തന്നെയാണ് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്കൊരു കാര്യം പറയാം. ഇപ്പോൾ കൈരളി TV ഇരുന്നുകൊണ്ടാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. കൈരളി TV നിങ്ങളിവിടെ ഉണ്ടാക്കിയപ്പോൾ നേരെ ബദലായി കോൺഗ്രസിന് വേണ്ടി ജയ്ഹിന്ദ് TV ഉണ്ടാക്കിയ ആളാണ് ശ്രീ MM ഹസൻ. കുടുംബശ്രീ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കപ്പെടുന്ന ആക്ഷേപം ഉണ്ടായപ്പോൾ ജനശ്രീ ഉണ്ടാക്കിയ ആളാണ് ശ്രീ MM ഹസൻ. അപ്പോൾ നിങ്ങൾ ചെറുതായി കാണണ്ട. ഞങ്ങളുടെ KPCC അധ്യക്ഷനായി ഇപ്പോൾ ശ്രീ MM ഹസൻ ഉണ്ട്. അദ്ദേഹം തുടരണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു നേതാവ് പോയിട്ട് MM ഹസനെ മാറ്റണോ എന്ന് പറഞ്ഞാൽ മാറ്റുമോ? ഇനി മാറ്റണ്ട എന്ന് പറഞ്ഞാൽ മാറ്റാതിരിക്കുമോ? നിങ്ങൾ അങ്ങനെ ഒരു ചർച്ച, ശ്രീ ഫക്രുദ്ദീൻ അലി, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് പറയുന്നത് നമുക്കതിനെ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമോ? കാരണം ഇപ്പോഴും ദില്ലിയിൽ നടക്കുന്ന ചർച്ചകൾ ഹസനെ തൽക്കാലത്തേക്ക് മറ്റു സമവായമുള്ള ഒരു പുതിയൊരു നേതാവിനെ കൊണ്ടുവരികയാണ്. പലരെയും വിളിക്കുന്നു, ആ രീതിയിലുള്ള ചർച്ചകളാണ്. അതൊരു സങ്കീർണത നിലനിൽക്കുന്നില്ല എന്ന ആ ഒരു ആത്മവിശ്വാസത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം മീഡിയ റിപ്പോർട്ടുകളാണ് ഇതിനാധാരം. ആധാരം വെച്ചിട്ട് ഞാൻ സംസാരിക്കുകയുള്ളൂ. മീഡിയ റിപ്പോർട്ടുകൾക്ക് അനുസരിച്ചിട്ട് കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെങ്കിൽ സമവായത്തിലൂടെ ഒരു KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ്, ഹസൻ മാറാനാണ് സാധ്യത. ഇതാണ് മീഡിയ റിപ്പോർട്ടുകൾ തന്നെ, ഇതാണ് എൻ്റെ ആധാരം. ഇത് വെച്ച് ഞാൻ സംസാരിക്കുകയുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കേരളത്തിലെ ഇന്ത്യയിലെ ചിത്രം നോക്കുമ്പോൾ കേരളത്തിലാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് ഉള്ളത്. കാരണം BJP വലിയൊരു ഭീഷണിയല്ല. BJP ഭീഷണി അല്ലാതിരിക്കാൻ കാരണം BJP ഹിന്ദു വോട്ടേഴ്സിന് 32% വോട്ടൊക്കെ കേരളത്തിൽ കഴിഞ്ഞ നിയമസഭ ഇലക്ഷന് കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ 16%. പക്ഷേ ഇവിടെ അതിശക്തമായ മൈനോറിറ്റി ഉണ്ട്. ഹിന്ദു വിഭാഗത്തിൽ തന്നെ നായർ കമ്മ്യൂണിറ്റി അത് 30% അല്ലെങ്കിൽ ഒരു 50% BJPയുടെ കൂടെ ഉണ്ട്. ബാക്കിയുള്ളവർക്ക് താല്പര്യമില്ല, ഇവരുടെ സ്വഭാവം അറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ NSSന്റെ നിലപാടും അതുപോലെ തന്നെ ഈ പറയുന്ന മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ BJP ക്ലച്ച് പിടിക്കാൻ സാധ്യതയില്ല മറ്റു പ്രദേശങ്ങൾ വെച്ചു. പക്ഷേ എന്താണ് പ്രശ്നം? കോൺഗ്രസ്സിന് ഇവിടെ കുറച്ച് കാലം, എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യം പണ്ട് ഇതിൻ്റെ കമ്മിറ്റി നടന്നുകൊണ്ടിരുന്നത്, ആ സമയം തൊട്ടുള്ള ഈ ഗ്രൂപ്പുകളെയും കാര്യങ്ങളും കൊണ്ട് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ താഴെ തട്ടിൽ ബൂത്ത് തലത്തിൽ ഈ പാർട്ടിയുടെ പ്രവർത്തനം എസ്പെഷ്യലി മലബാർ മേഖലയിലൊക്കെ വളരെ മോശമാണ്. കാര്യമായിട്ട് ഒന്നും നടക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് 2ാം സ്ഥാനത്തേക്ക് പൊളിറ്റിക്കലി BJP
ഇലക്ഷൻ ജയിക്കുന്നില്ലെങ്കിൽ അവിടെയൊക്കെ കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതി ഇന്ന് കോൺഗ്രസിന് രക്ഷപ്പെടുത്തണമെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമോ ശ്രീ ഫക്രുദ്ദീൻ അലി? കാരണം ആ രീതിയിലേക്ക് പല ചരിത്രങ്ങളടക്കം സൂചിപ്പിച്ച അപകടാവസ്ഥ സൂചിപ്പിക്കുന്ന നേതാക്കന്മാരുണ്ട്. AK ആന്റണിക്ക് പോലും അത്ര അപകടം ഒരു പക്ഷേ പലരും ചിന്തിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ സമവായത്തിലേക്ക് പോയി ഉമ്മൻചാണ്ടിയിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയാണോ നമ്മൾക്ക് ചുരുക്കി പറഞ്ഞു? ഞാൻ ഇതൊന്നും പറഞ്ഞോട്ടെ, അതിന്റെ സാഹചര്യം വിശദീകരിക്കുന്നതും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം കോൺഗ്രസ് ഇപ്പം വേണ്ട ഒരു മരണമാസ് എന്ന രീതിയിലുള്ള ലീഡറാണ്. മരണമാസമായിരിക്കണം. സാധാ കോൺഗ്രസ് പറഞ്ഞ CPM-നോട് അടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്നുള്ള ഫീൽ ഉണ്ടാക്കാൻ പറ്റണം. ഞങ്ങളുടെ നേതാവിൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞാൽ സാധിക്കുമെന്ന് ഫീൽ ഉണ്ടാക്കാൻ പറ്റണം. ഇപ്പോൾ സുധീരൻ്റെ ഒരു കാര്യം അധികാരം കയ്യിലുള്ള സമയം സമാധാന കാലഘട്ടത്തിൽ നല്ല പ്രതിച്ഛായ ഉണ്ടാക്കാൻ പറ്റിയ നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹം അനാരോഗ്യം കൊണ്ട് അവർ മാറ്റിയതായാലും എന്തായാലും നന്നായി. അസനെ സംബന്ധിച്ചിടത്തോളം അസൻ അങ്ങനെ ഒരു മരണമാസമല്ല, അതാണ് പ്രശ്നം. അതിന് പറ്റിയ ഒന്ന് ഉമ്മൻചാണ്ടിയാണ്, രണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കണ്ണൂരെ സുധാകരനാണ്. സുധാകരൻ നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന നേതാവാണ്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ അങ്ങനെയുള്ള മരണമാസ് ആയിട്ടുള്ള ലീഡർ വേണം. അതിന് സംഘടനാ തിരഞ്ഞെടുപ്പിൽ ഇവർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആന്റണി ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ശക്തമായ മേൽക്കൈ ഉണ്ടാവും. അത് കോൺഗ്രസ് പിന്നെ ചിഹ്നഭിന്നാകും. അതുകൊണ്ട് സമവായത്തിന്റെ പാതയിലാണ് പോകാൻ സാധ്യത. എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി വരാനാണ് സാധ്യത. ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ സുധാകരനായിരിക്കും നല്ലത്. പക്ഷേ ഇപ്പോൾ ഹരിച്ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ബെന്നി ബെഹനാനൊക്കെ വന്നാൽ പ്രത്യേകിച്ചൊരു മാറ്റം ഞാൻ കാണുന്നില്ല. ശ്രീ PV മുരുകൻ, അതായത് മണ്ഡലം വരെ തലം വരെ ഒരു തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഇത്തരത്തിലൊരു സമവായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ജാതി ഗ്രൂപ്പ് ആ പഴയ തലത്തിൽ തന്നെ ആയിരിക്കില്ലേ കാര്യങ്ങൾ? ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാരടക്കം. അല്ലാതെ ഈ കോൺഗ്രസ്സിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥിതിയിലോ കാലാകാലങ്ങളായി വരുന്ന അനുവർത്തിച്ച് വരുന്ന ആ ഒരു രീതിയിൽ നിന്നും വലിയൊരു മാറ്റം അതിലേക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുമോ ശ്രീ PV മുരുകൻ? താഴെത്തട്ടിൽ ജാതിതര മറ്റ് മുഴുവൻ മാറ്റി വെച്ചുകൊണ്ട് അല്ല, താഴെത്തട്ടിൽ തന്നെ ഈ കോൺഗ്രസ്സുകാർ ആദ്യം ചെയ്യുന്നതെന്നറിയാം, ഈ വോട്ട് ഈ മെമ്പർഷിപ്പ് ചേർക്കുന്നത് തന്നെ ജാതി അടിസ്ഥാനത്തിലാണ്. മറ്റൊന്ന് മെമ്പർഷിപ്പ് ചേർക്കുന്ന ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഗ്രൂപ്പ്, ജാതി തുടങ്ങിയ അടിസ്ഥാനത്തിലാണ് മെമ്പർഷിപ്പ് ചേർത്തിട്ട് നേതാക്കൾ ആദ്യമേ തന്നെ ഇതിൽ വരുന്നത്. അപ്പം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇത് രഹസ്യമൊന്നുമല്ല, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല മാക്സിമം മെമ്പേഴ്സിനെ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് ജാതി, മതം, രാഷ്ട്രീയ പാർട്ടികളൊന്നുമല്ല, BJP-കാരെ പോലും ചേർത്തിട്ടുണ്ട്. കാരണം അതിനകത്ത് ഈ ഇത് നോക്കിയിട്ടല്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് തെരഞ്ഞെടുപ്പ് കയറി മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലെത്തുമ്പോൾ അവസാന സമയമാണ്. അവസാനം നമുക്കറിയാം ഇവിടെ എന്നറിയാം, ഇവിടെ ഒരു പീഠം വയ്പ്പാണല്ലോ. ലാസ്റ്റ് അവസാനം വരുമ്പോഴത്തേക്ക് KPC പ്രസിഡന്റ് ഒരു ജാതി, ഒരു മതം, പ്രതിപക്ഷ നേതാവ് ഒരു മതം, UDF കൺവീനർ വേറൊരു മതം എന്ന് പറഞ്ഞിട്ട് ആ ലെവലിൽ ഒരു പങ്കുവയ്പ് ഉണ്ടെന്നുള്ള കാര്യം വളരെ വാസ്തവമല്ലേ? ഇത്ര കാലഘട്ടം PV മുരുകൻ, അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ, കാരണം സർക്കാരിനെതിരെ ഒട്ടേറെ അല്ലെങ്കിൽ സർക്കാരിന്റെ വിവാദപരമായ ഒട്ടേറെ കാര്യങ്ങൾ, മൂന്നാറടക്കമുള്ള വിഷയങ്ങളിൽ CPM അല്ലെങ്കിൽ LDF രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തോതിലുള്ള ചേരിതിരിവ് ഉണ്ടാകുന്ന ഒരു ഘട്ടം. ഇവിടെയൊക്കെ പ്രതികരിക്കാവുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയെ അല്ലെങ്കിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്ന റോള് എടുക്കുന്ന കാര്യത്തിൽ ഒരു മുരടിപ്പ് താങ്കൾ കാണുന്നുണ്ടോ? ഈ അവസ്ഥയിൽ ഹസനെ മുൻനിർത്തി കൊണ്ടുപോകുന്നത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാകും? ഒരിക്കലുമല്ല. കാരണം വെച്ചാൽ ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഇടതുപക്ഷം രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. കാരണം കോൺഗ്രസ് വളരെ ഡൽഹി പോയി കിടക്കുകയല്ലേ ചർച്ചകൾക്ക് വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുകൊണ്ട് വളരെ ശക്തമായി ഇടപെടേണ്ട ഒരു ഘട്ടമാണിപ്പോൾ. ആ ഇടപെടേണ്ട ഘട്ടത്തിൽ അവരിപ്പോൾ ഇവിടെ ഇല്ല, പിക്ചറിലില്ല. പിക്ചറിൽ ഏതെങ്കിലും നേതാക്കൾ അവിടെ ഇവിടെയൊക്കെ പ്രസ്താവന ഇറക്കുന്നതല്ലാതെ ശക്തമായ യാതൊരു തരത്തിൽ ഇതില്ല. അപ്പോൾ അത് ഒരു തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. കാരണം വെച്ചാൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്ത് ലീഗിലുണ്ടായിരുന്ന ആളുകൾ ഒരാളിനെ ഇപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് പാക്ക് ചെയ്തു. അപ്പം അതോടുകൂടി തന്നെ പിന്നെ വേറെ പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിൽ ഈ ഇഷ്യൂവിൽ ഇടപെടാൻ പറ്റുന്ന നേതാക്കളെല്ലാം ഡൽഹി കിടന്ന് അവർ KPC പ്രസിഡന്റിനോട് നിൽക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ നേതാവാണ് വരേണ്ടത്. വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിൽക്കാൻ പറ്റും. അല്ലാതെ KPCC മറ്റേ ഹസനോ ഇനി സുധീരനുണ്ടായിരുന്നെങ്കിൽ സുധീരനെ പോലും ഇതിനെ നേരിടാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാവിന് മാത്രമേ ഇത് പറ്റുള്ളൂ. തീർച്ചയായും ശ്രീ ഫക്രുദ്ദീൻ അലി, അതാണോ അവസ്ഥ? കാരണം ആ രീതിയിൽ ഒരു അനുഗ്രഹമെന്നൊക്കെ അല്ലെങ്കിൽ പറഞ്ഞ ആ രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹസനെ മുൻനിർത്തി കൊണ്ടുപോകാൻ കഴിയുമോ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് വരെ? അതെ, ഹസന്റെ പ്രശ്നം വെച്ചാൽ ഹസനെ സംഘടനാ തെരഞ്ഞെടുപ്പ് വരെ ഞാൻ കോൺഗ്രസിന്റെ സ്ഥിതി കൂടിയാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. കോൺഗ്രസ് സ്ഥിതി നോക്കും കഷ്ടമാണ്. ഇപ്പൊ ഹസൻ MLA മന്ത്രിയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ത്യാഗം സഹിച്ച നേതാവൊക്കെ ആയിരിക്കും. പക്ഷേ ഹസൻ ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയ KPCC പ്രസിഡന്റ് അല്ല. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരു മരണമാസം പിണറായി വിജയൻ CPM-ൽ എങ്ങനെയായിരുന്നു? CPM-ന് ഇത്രമാത്രം വിഭാഗീയതൊക്കെ ശക്തിപ്പെട്ട സമയത്ത് അങ്ങനെ അദ്ദേഹം എങ്ങനെയാണോ ആ പാർട്ടിയെ രക്ഷിച്ചത്? ആ ഒരു മരണമാസം ഇമേജ് ഇല്ലാതെ പറ്റില്ല. കാരണം കോൺഗ്രസ് പക്ഷേ CPM പോലെയല്ല, ഗ്രാസ് റൂട്ട് ലെവലൊക്കെ തന്നെ ഞങ്ങളെ മലബാർ മേലെ പ്രവർത്തനം നിർജ്ജീവമാണ്. സുധാകരൻ കത്തിക്കുന്നതുകൊണ്ട് കണ്ണൂർ കുറച്ച് ശക്തമായ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നല്ലാതെ ഇലക്ഷൻ ജയിക്കുക അതേരും പേരാ.
അപ്പോൾ അതിനെ മാറ്റാൻ ഒരേ സമയം അതും അഡ്രസ്സ് ചെയ്യണം. രണ്ട്, ഓൾ കേരള അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാൻ പറ്റും. എങ്ങനെ അടിച്ചാൽ തിരിച്ചടിക്കാൻ ഞങ്ങളെ പ്രാപ്തനാക്കുന്ന ഒരു നേതാവ്, ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുന്ന, വലിയ ആദർശം പറഞ്ഞു നടക്കുകയല്ല, കാര്യം ചെയ്യുന്ന, അതാണ് മുന്നണിയെ കെട്ടുറപ്പോടെ നിർത്തേണ്ടി, അതേസമയം മുന്നണിയെ കെട്ടുറപ്പോടെ നിർത്താൻ പറ്റുന്ന ഒരാൾ. അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും നല്ലത്. ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഈ ഒരു ഫീൽ ഇപ്പം സുധാകരനെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഘടകകക്ഷികൾക്കും താല്പര്യമാണ്, സുധാകരനെ ഒക്കെ ഡീൽ ചെയ്യാൻ അറിയാം. അപ്പം ഈ രണ്ടുപേരും ഞാൻ കാണുന്നു. ബാക്കി ആരൊക്കെ തന്നെ ആദർശവാന്മാരായ ആരൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ വി ഡി സതീശ് ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെ മുരളീനെ പോലെയുള്ള തന്ത്രജ്ഞനുണ്ടെങ്കിൽ പോലും പറ്റില്ല. ഇന്ന് കോൺഗ്രസിന്റെ ഡു ഓർ ഡൈ പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നത്. അതിന് പറ്റിയ ലീഡർഷിപ്പ് വേണം കോൺഗ്രസ്. ശ്രീ ഷഫീർ, അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ആ അവസ്ഥയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആ അവസ്ഥയിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാഹചര്യം തേടുകയാണ്. അത് സംഘടനാ തെരഞ്ഞെടുപ്പ് വരെ ഒന്നും അല്ലെങ്കിൽ ഈ സ്ഥിതി തുടരാൻ കഴിയില്ല. ശ്രീ ഷഫീർ, അല്ല, ഞാനൊരു കാര്യം പറയാം. ഈ അടുത്ത കാലത്തായി മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഈ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശൈലി എന്നറിയോ, കോൺഗ്രസ് നിർജ്ജീവമായി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ചിന്തകന്മാർ, കമ്മ്യൂണിസ്റ്റ് പത്രപ്രവർത്തകന്മാർ, വിശാരദന്മാർ ഇതിങ്ങനെ പറയും. ഇത് പറയുന്നത് കൃത്യമായിട്ട് തന്നെ BJP സഹായിക്കാൻ വേണ്ടിയാണ്. അവർക്ക് രണ്ടാണ് എയിം. ഒന്ന്, പിണറായി സഖാവിൻ്റെ എല്ലാ തരത്തിലുള്ള കൊള്ളരുതായ്മകളും ഉണ്ടെങ്കിൽ പോലും ഈ സർക്കാർ വീണ്ടും തുടരണം. 10 കൊല്ലക്കാലം ഒരു ഭരണ തുടർച്ച ഉണ്ടാവുകയും വേണം. രണ്ടാമത്തെ ഇതായി കോൺഗ്രസ് വരികയും ചെയ്യരുത്. കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോറത്തിലേക്ക് BJP വന്നാൽ കുഴപ്പമില്ല എന്ന ചിന്താഗതിയാണ് നയിക്കുന്നത്. ഏറ്റവും അവസാനം ശ്രീ കമൽനാഥ് പോകുന്നു എന്ന് പോലും വിവാദമുണ്ടാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ്. ഞാൻ അവിടെ അതിലേക്ക് പോകുന്നില്ല. ശ്രീ PV മുരുകൻ പറഞ്ഞു ഞങ്ങളെന്തോ ജാതീയമായിട്ടാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ശ്രീ MM ഹസനെ മുസ്ലിം ആയതുകൊണ്ടാണോ ഞങ്ങൾ KPCC പ്രസിഡന്റ് ആക്കിയത്? അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു നേതാവിനെ ജാതി നോക്കിയിട്ടാണോ KPCC പ്രസിഡന്റ് ആക്കുന്നത്? ഇതൊക്കെ എന്ത് ന്യായമാണ് ഈ പറയുന്നത്? ഞങ്ങൾ എവിടെയെങ്കിലും ജാതിയുടെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റെയോ സെക്രട്ടറിയോ തിരഞ്ഞെടുക്കുന്ന പാർട്ടിയാണോ? പക്ഷേ ഞങ്ങളൊരു സമൂഹത്തിൽ ജീവിക്കുന്നവരാ. ആ സമൂഹത്തിൽ കോൺഗ്രസിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നായരുണ്ട്, ഈഴവയുണ്ട്, ദളിതരുണ്ട്, അതുപോലെ തന്നെ പട്ടികജാതിക്കാരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ട്. അവരുടെ പ്രതിദാനം ഉണ്ടാകണം. അവരെല്ലാവരും കൂടി ചേരുന്ന ഒരു കോൺഫെഡറേഷനാണ് കോൺഗ്രസ്. ഓരോ സമുദായത്തിനും അല്ലെങ്കിൽ ഓരോ സോഷ്യൽ ഗ്രൂപ്പിനും പ്രത്യേകിച്ച് തന്നെ പ്രാതിനിധ്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ തരത്തിലുള്ളവരുടെയും ഒരു കൂട്ടായ്മയായിട്ടൊരു കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പരിഗണനകൾ വരും. മറുപടി പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ശ്രീ MM മണി ദയവ് സഹായിച്ച് രാജിവെക്കരുത്. MM മണിയെ പോലുള്ള ആളുകളെ നിങ്ങൾ നിലനിർത്തുക തന്നെ വേണം. 5 കൊല്ലവും നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവരാണ്. വെറുതെ MM മണിയെ കൊണ്ട് പ്രകോപിപ്പിച്ച് രാജിവെപ്പിച്ച് ഞങ്ങളുടെ സാധ്യത ഞങ്ങൾ ഇല്ലാതാക്കുന്നത്. ഇവിടെ മൂന്നാറിൽ കയ്യേറ്റം നടക്കുന്നു. ശ്രീരാം വെങ്കിട്ടരാമനെ പോലുള്ള ആളുകളെ പരസ്യമായിട്ട് കയ്യേറ്റം ചെയ്യുകയും ഭൂസംരക്ഷണ മുന്നണിയുടെ പേരിൽ കയ്യേറ്റം നടത്തുകയും അവിടെ കുരിശിന്റെ പേരിൽ ഇതെല്ലാം വിലാപകാവ്യങ്ങൾ ഉതിർത്തുകൊണ്ട് ഇതെല്ലാം നിർത്തിവെക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. കാരണം എന്താ, കയ്യേറ്റക്കാരുടെ കൂടെയാണ് എന്ന് ഞങ്ങൾ പറയാതെ തന്നെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നു. സ്ത്രീ സുരക്ഷയുടെ വിഷയം വരുമ്പോൾ അത് ബോധ്യപ്പെടുന്നു. ഒരു മന്ത്രി തന്നെ പരസ്യമായിട്ട് പെമ്പിള ഒരുമയുടെ ആളുകൾ വനത്തിൽ കയറി മറ്റെന്തോ പരിപാടിയാണ് ചെയ്തതെന്ന് പരസ്യമായിട്ട് പറയുന്നു. ഞങ്ങൾ പറയുന്നു മണി രാജിവെക്കരുത്, ഒരാളും രാജിവെക്കേണ്ടതില്ല, ഇങ്ങനെ തന്നെ തുടരണം. ഈ സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ 4 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാവുന്ന ഒരു വല്ലാത്ത പ്രക്ഷോഭമുണ്ടല്ലോ, ആ പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും. എന്നാൽ പിന്നെ സമരം നടത്തുന്നില്ലേ എന്നുള്ള കാര്യം, ഞങ്ങൾ സമരം നടത്തുന്നില്ലേ പ്രതീക്ഷ ഞങ്ങൾ സമരം നടത്തുന്നില്ലേ? ഞങ്ങൾ ഓരോ ഇഷ്യൂസും എടുത്തുകൊണ്ട് പിന്നെ സമരം ചെയ്യാൻ വേണ്ടി സമരം ഞങ്ങളുടെ അജണ്ടയിലില്ല. പിന്നെ അക്രമാസക്തമായ സമരം നടത്തുന്നതുകൊണ്ടോ അല്ലെങ്കിൽ തീവപ്പും കൊള്ളയും നടത്തിയതുകൊണ്ടോ മാത്രമേ സമരമാകൂ എന്നുള്ളതല്ല. കൃത്യമായിട്ട് തന്നെയുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ പ്രചരണങ്ങൾ കൃത്യമായി സൈലന്റായി നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ PV മുരുകൻ പറഞ്ഞു, വേറെ ഒരു നിരീക്ഷകൻ പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ ബൂത്തിലൊന്നും പ്രവർത്തനമില്ല. ഇദ്ദേഹം എന്താ ബൂത്തിൽ വന്നിരിക്കുകയാണോ? ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ ശ്രീ VM സുധീരൻ ഞങ്ങളുടെ പ്രസിഡന്റായി വന്നതിന് ശേഷം 12,000 ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു. ചില സ്ഥലങ്ങളിൽ നിർജ്ജീവമാണെന്ന് കണ്ടതാ. ഇപ്പോൾ അതിന്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞ 1.5 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഞാനത് വെറുതെ ആരെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഞങ്ങളുടെ പാർട്ടിയിലെ 60% ബൂത്ത് കമ്മിറ്റികളുടെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താ, സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ഈ മെഷർ ചലിപ്പിക്കണ്ടേ, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ്. പിന്നെ 1991 പോലെ കലുഷിതമായ രീതിയിൽ ഒരു സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യമല്ല കോൺഗ്രസ് എന്നുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ ഞങ്ങൾക്കുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ അത്
ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ മുരുകൻ സാറ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിനെ വല്ലാതെ ഭയപ്പെടുന്ന പാർട്ടിയുമല്ല കോൺഗ്രസ്. ഞങ്ങൾ 91 തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, പ്രതീക്ഷ ഞാൻ സത്യം പറയാം, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തോൽവി ഉണ്ടാകും. കുറച്ച് പേര് തോക്കും, കുറച്ച് പേര് ജയിക്കും. തോൽക്കുന്നവരുടെ മനസ്സിൽ ഷോക്ക് വരും. പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നുകിൽ അവർ നിർജ്ജീവമാവും, അല്ലെങ്കിൽ അവർ ഈ പാർട്ടിയിൽ നിന്ന് പിന്നെ ധാരയിൽ നിന്ന് അതായത് ഇപ്പോൾ ബൂത്തുകൾ പോലും നിർജ്ജീവമായ അവസ്ഥയിൽ താങ്ങാൻ കഴിയാവുന്ന ഒരു അങ്ങനെയല്ല കോൺഗ്രസ്, ഞാൻ നേരത്തെ പറയുന്നത് കോൺഗ്രസിനകത്തുള്ള ആളുകളെ തമ്മിൽ തല്ലിക്കരുന്ന സമീപനവും ഉണ്ട് എന്ന് മാത്രം. അല്ല പ്രതീക്ഷ, ഞാൻ ഒന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കോൺഗ്രസ് തന്നെ എന്നെ വിളിക്കലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു ഡിസ്കഷനാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ മലബാർ ഉൾപ്പെടെയുള്ള പ്രദേശം, ഞാൻ എൻ്റെ വീട് ഉൾപ്പെടെ ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശം ഞാൻ പറയാൻ കാരണം, സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് കോൺഗ്രസ്സുകാരായിട്ടുള്ള എൻ്റെ ബന്ധുക്കളൊക്കെ കോൺഗ്രസ്സുകാർ ഫാമിലി നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 80-90 ലീഡറിൻ്റെ കാലഘട്ടത്തിലൊക്കെ ബൂത്തിലേക്ക് ആളുകൾ കുറഞ്ഞു. ഇപ്പം ഒരാളൊക്കെ തേടി പിടിച്ച് കണ്ടുപിടിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഈ സുധീരം വന്ന സമയത്ത് ആളുകൾക്ക് ഒരു ഇമേജ്, ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് ഈ ഭരണം പോയപ്പം പോയി. ഇതൊരു അവസ്ഥയാണ്. ഇത് എല്ലാ തരത്തിലും ഇപ്പോൾ സെൻട്രൽ ട്രാവൻകൂറിലല്ല, സെൻട്രൽ ട്രാവൻകൂർ കോൺഗ്രസ് ഭേദപ്പെട്ട രീതിയിൽ വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരത്തും വലിയ കുഴപ്പമില്ല. പക്ഷെ മലബാറിൽ ഇതൊരു അവസ്ഥയാണ്. പല മേഖലയും മലബാറിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണല്ലോ പല സ്ഥലങ്ങളിൽ ജയിക്കാൻ പറ്റുന്നത്. വെച്ചിട്ട് മാറ്റമില്ല. പുതിയ ഇതിൽ കണ്ടുവരിക മലബാറിൽ ആ രീതിയിൽ DCCയുടെ അധ്യക്ഷന്മാരെ പുതിയ ആളുകളെ വെച്ചിട്ട് കൂടി മാറ്റമില്ല. ഇപ്പം കോഴിക്കോട് എടുക്കാം. സിദ്ദിഖ് വന്നതിന് ശേഷം സിദ്ദിഖ് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഗ്രാസ് റൂട്ടിലെ ഗ്രൂപ്പ് ബ്രാഞ്ച് തലത്തിലുള്ള അല്ലെങ്കിൽ യൂണിറ്റ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ളവർ പറയും യൂണിറ്റ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ സജീവമായിട്ട് വന്നിട്ടില്ല. പക്ഷെ വലിയ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് ഒരു ഇമേജ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരു മൊമെന്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് താഴെ തട്ടിലേക്ക് പെർക്കുലേറ്റ് ചെയ്തിട്ടില്ല. അത് പെർക്കുലേറ്റ് ചെയ്യണം സംസ്ഥാന തലത്തിൽ മുഴുവൻ അതിനുള്ള ഒരു ശക്തമായിട്ട് പിന്തുണ കിട്ടണം. അതാണ് ഞാൻ പറഞ്ഞത്, മരണമാസ് ഇമേജ് ഉള്ള ഒരു നേതാവ് വരണം എന്ന് പറഞ്ഞത്. ശ്രീ KVS ഹരിദാസ്, അതായത് നാലോളം നേതാക്കന്മാർ, അതായത് KC വേണുഗോപാലിന്റെ പേര്, KV തോമസ്, മുല്ലപ്പള്ളി, ഇങ്ങനെയുള്ള ആളുകൾ നാലോളം. കാരണം ഉമ്മൻചാണ്ടി മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉള്ള ബാക്കിയുള്ള പലരുടെയും പേരുകൾ 4 പേർ നീക്കം നടത്തുന്നതായി പറയപ്പെടുന്നു, അല്ലെങ്കിൽ അനൗദ്യോഗിക വാർത്തകളൊക്കെ വരും. താങ്കൾ എങ്ങനെയാണ്, കാരണം ഇത്തരം ഉമ്മൻചാണ്ടി മാറുമ്പോൾ പകരം വയ്ക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന തരത്തിലേക്ക് ചർച്ചയെ എങ്ങനെ കാണുന്നു ശ്രീ KVS? പ്രജീഷ്, ഇതിലിപ്പോൾ കോൺഗ്രസ്സിൽ ഒരു സംഭവാക്യമുണ്ട്. നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചിട്ട് ഇപ്പോൾ ജാതിയില്ല മതമില്ല എന്നൊക്കെ ഷഫീർ പറയുമ്പോഴും ഒരു കീഴ്വഴക്കം കോൺഗ്രസ്സിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത് തന്നെയാണ്. ഒരു ഹിന്ദു നേതാവാണ് പാർലമെൻ്ററി പാർട്ടി ലീഡറെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളായിരിക്കും പാർട്ടി അധ്യക്ഷൻ, അല്ലെങ്കിൽ തിരിച്ചു. അങ്ങനെ ഒരു കീഴ്വഴക്കം കോൺഗ്രസ്സിൽ കുറേ നാളായിട്ടുണ്ട്. AK-ആന്റണിയുടെയും KK-രാരൻ്റെയൊക്കെ കാലഘട്ടം പോലെ നമ്മൾ കാണുന്നതാണ്. അത് ഇന്ന് അതിൽ വേറൊരു കാര്യം കൂടി, 2 ഗ്രൂപ്പ് തമ്മിലുള്ള സമവാക്യത്തിൻ്റെ പ്രശ്നമുണ്ട്. I ഗ്രൂപ്പുകാരനാണ് നിയമസഭാ കക്ഷി നേതാവെങ്കിൽ A ഗ്രൂപ്പുകാരൻ പാർട്ടി അധ്യക്ഷനാകുന്ന ഒരു കീഴ്വഴക്കവും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കേരളത്തിൽ അവർക്ക് പാലിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉമ്മൻചാണ്ടിയിലേക്ക് തന്നെ വരുമോ? ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ഇപ്പോൾ മാറി നിന്നാൽ കൂടി അവിടെ സമ്മർദ്ദം സ്വാഭാവികമായും എതിർക്കില്ല. AK-ആന്റണിക്ക് അടക്കം ഒരു പക്ഷേ അവസാന നിമിഷവും എല്ലാവർക്കും പേര് പറയാനുണ്ടാവുക ഉമ്മൻചാണ്ടിയിലേക്ക് തന്നെ ആയിരിക്കില്ലേ? അങ്ങനെയെങ്കിൽ അല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ബുദ്ധി ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയെ എല്ലാവരും കൂടി നിർബന്ധിച്ച് PCC പ്രസിഡന്റ് ആക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മളൊരു കാര്യം കൂടി കാണണം. ഈ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ അവസ്ഥ ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. എത്ര സംസ്ഥാനത്ത് നിന്ന് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ഇനിയിപ്പോൾ ഈ വർഷാവസാനം രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. അടുത്ത വർഷാവസാനം ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് പോലുള്ള, കർണാടകം പോലുള്ള സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കർണാടകത്തിലാണ് ഈ അടുത്ത കാലത്ത് അവരൊരു തെരഞ്ഞെടുപ്പ് ജയിച്ചത് കഷ്ടിച്ച്. മധ്യപ്രദേശിൽ ഒരു സിറ്റിംഗ് സീറ്റ് അവർ റിട്ടേൺ ചെയ്തു, അത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വരുന്ന സംസ്ഥാനങ്ങളിലൊന്നും തന്നെ BJPക്ക് എതിരായിട്ടൊരു മുന്നണി ഉണ്ടാക്കാനൊന്നും കോൺഗ്രസിന് കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം വേറെ പാർട്ടികളില്ല അവിടെ. കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങൾ ഒട്ടുമിക്കാറൊക്കെ, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ളത്. അപ്പോൾ അവിടെയൊക്കെ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് എന്താണെന്ന് സാമാന്യം രാഷ്ട്രീയ ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം. തീർച്ചയായും
അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ പിടിച്ചു കയറാൻ പറ്റുന്ന, നിലനിൽക്കാൻ പറ്റുന്ന സംസ്ഥാനങ്ങളിലൊന്ന്, അല്ലെങ്കിൽ മേൽവിലാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണെന്ന് ഹൈക്കമാൻഡ് കരുതേണ്ടതാണ്. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ആന്റണിയുടെയും രമേശ് 2000 ഇന്നിപ്പോൾ നരേന്ദ്രമോദി യോഗം വിളിച്ചിരിക്കുന്നത് 2019 തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി തുടർച്ചയ്ക്കായിട്ട് മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ കാര്യപ്രാപ്തിയോടുകൂടി BJP ഒരുപക്ഷെ കോൺഗ്രസിന് ഒപ്പം നിന്ന് അല്ലെങ്കിൽ BJP പ്രതിയോഗിയെ കാണുന്ന കോൺഗ്രസിന്റെ അവസ്ഥ കൂടി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള മൂല്യച്യുതി അല്ലെങ്കിൽ അവിടെ നടക്കുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ കാൽക്കീഴിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്ന ആ സ്ഥിതി നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടത്. അത് വിലയിരുത്തുമ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനമാണ് പൊതുവെ ഒരു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സംഘടനാ മികവ് മുന്നോട്ട് അല്ലെങ്കിൽ വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായും. ഇതിപ്പം നരേന്ദ്രമോദി മാത്രമല്ല, ഇപ്പം രാഹുൽ ഗാന്ധി ഒന്നാം UPA സമയം തൊട്ട് അദ്ദേഹം കൃത്യമായ രീതിയിൽ ഒരു 5-10 വർഷത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസ് പുനഃസംഘടിപ്പിക്കാനും പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കൈവിട്ട് പോകുന്ന രീതിയിലുള്ള ചില അഴിമതി ആരോപണങ്ങളും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രാവർത്തികമാക്കാൻ പറ്റാത്തത്. ബൽറാമിനെയൊക്കെ ഇഞ്ചക്ട് ചെയ്യുന്നതും പുതിയ ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും. BJP ഇങ്ങനെ പോകുമ്പോഴാണ് കോൺഗ്രസിൽ നേതാക്കന്മാരെ പിടിച്ചു നിർത്താൻ പാടുപെടുന്ന ഒരു സാഹചര്യം. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ രീതി അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു. അതിനിടയ്ക്ക് ഈ പ്രശ്നം കണ്ടായി. ഇപ്പോൾ ഒരു BJP വന്നതിന് ശേഷം ഒരു വലിയ തിരിച്ചടി ഉണ്ടായി. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഹരിദാസ് ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. BJP രാഹുൽ ഗാന്ധി അന്ന് ഏത് ലൈനാണോ അനുഭവിച്ചത് അതിശക്തമായി വളരെ സംഘടിതമായി അവർ പോകുന്നുണ്ട്. അപ്പോൾ ആ രീതി അതേ രീതിയിൽ തന്നെ സ്വന്തം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സ്വന്തം ഇടങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാൻ സാധ്യതയുണ്ട്. കാരണം സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ പരമാവധി സ്വന്തം ആളുകളെ ജയിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇപ്പോൾ തന്നെ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിന് മറ്റേ പരിപാടി നടന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സമവായത്തിന്റെ പാതയിലൂടെ ശക്തമായ ലീഡർഷിപ്പിനെ കൊണ്ടുവരായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദി ഇപ്പോൾ ഉയർത്തുന്ന ഈ ഭീഷണിയെ നേരിടാൻ പറ്റണമെന്നില്ല. ഇപ്പം രാഹുൽ ഗാന്ധി അങ്ങനെ വന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് എന്താ പ്രശ്നം പറ്റിയത്? രാഹുൽ ഗാന്ധിക്കെതിരല്ല കോൺഗ്രസിനെതിരെ UPAക്കെതിരെ ശക്തമായ അഴിമതി ആരോപണങ്ങൾ വന്നു. പക്ഷേ മോഡിയുടെ ഭാഗത്ത് ഇതുവരെ കാര്യമായിട്ട് അഴിമതി ആരോപണം വന്നിട്ടില്ല. മാത്രമല്ല ഡീമോണിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മോഡിക്ക് അനുകൂലമായി മാറുന്നു നമ്മൾ കണ്ടു. അപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കോൺഗ്രസിന് മെയിൻ ഓപ്പോസിഷൻ ആയിട്ടുള്ള BJP നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് ജാഗ്രതയോട് കൂടി തന്നെ മുന്നോട്ട് പോയിട്ടില്ല പ്രശ്നമാവും. ശ്രീ ഷഫീർ, ആ നിരീക്ഷണത്തെ എങ്ങനെ കാണുന്നത്? അല്ല, ഇതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അല്പം ക്ഷീണമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ KVS പറഞ്ഞതുപോലെയൊന്നുമല്ല. രാജസ്ഥാനിൽ അവസാനം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ശ്രീമതി വസുന്ധര രാജ സിന്ധ്യയുടെ സ്ഥലമായ ജോധ്പൂരിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലൊഴിച്ചാൽ അവിടങ്ങളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് ആണ് മുമ്പിൽ. രാജസ്ഥാനിൽ ശ്രീ സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ തിരിച്ചു വരും. അതുപോലെ ഛത്തീസ്ഗഡിൽ ശ്രീ രമൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരായിട്ടുള്ള ആന്റി ഗവൺമെന്റ് ശക്തമായിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. അവിടെയും ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1996 സീതാറാം കേസരി ഇതുപോലെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ആയാറാം ഗയാറാം പോലെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ BJPയിലേക്ക് പോയി. അവരൊക്കെ മരിച്ചടിഞ്ഞു. 2004 ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് BJPയുടെ തരംഗം ആഞ്ഞടിച്ചപ്പോൾ അതിലേക്കായി ഇറങ്ങിത്തിരിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരും പലരും വഴിമുട്ടി വീണു. ഇപ്പോൾ 1-2 നജ്മ ഹെബ്ദുള്ളയോ അങ്ങനെയുള്ള 1-2 പേരൊഴിച്ചാൽ ഇവിടെ നിന്ന് ഭാഗ്യാന്വേഷികളായി പോകുന്നവർക്കൊന്നും തന്നെ BJPയിൽ അവിടെ ഇത്രയും കാലം കഷ്ടപ്പെട്ട ആളുകൾ അവരുടെ മുകളിൽ ആളുകളെ പ്രതിഷ്ഠിക്കാൻ സമ്മതിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴെല്ലാം പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് വല്ലാത്ത ശക്തിയോട് കൂടി തിരിച്ചു വന്നിട്ടുണ്ട്. അത് പാർട്ടിയുടെ അതിൻ്റെ ഒരു ജന്മഗുണം തന്നെയാണ്. ഇപ്പോൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ബഹുമാനായ സീതാറാം യെച്ചൂരിയെ ബംഗാളിൽ നിന്ന് രാജ്യസഭാ മെമ്പറാക്കുന്നതിന് കോൺഗ്രസ് തന്നെ അങ്ങോട്ട് ഒരു ശുപാർശ വെച്ചതിന്റെ കാര്യം എന്താ? അത് യെച്ചൂരിയെ രാജ്യസഭ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ മതേതരത്വമുള്ള ഒരു നാഷണൽ ഓൾട്ടർനേറ്റീവിന്റെ ഭാഗമായി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസ് BJPയെ വിരുദ്ധമായി ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസിനോട് അകൽച്ചയില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതേതരത്വ പ്രസ്ഥാനങ്ങൾ, പ്രാദേശിക പാർട്ടികൾ, പ്രാദേശിക പ്ലാറ്റ്ഫോം, ഇവരെല്ലാവരെയും കൂടി ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നല്ലോ 2004 ആ പ്ലാറ്റ്ഫോത്തിനെ ഒന്നിച്ചു കൂട്ടിയത് ശ്രീമതി സോണിയാഗാന്ധിക്ക് വേണ്ടി. അതുപോലെ ഇത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെറുത്താൽ ബീഹാർ മോഡലിൽ ചെറുക്കാൻ കഴിയുമെന്നും കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ എത്ര തന്നെ പറഞ്ഞാലും കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഇതിൻ്റെ വേരുകൾ ആഴ്ന്ന് നിൽപ്പുണ്ട്. അതിനകത്ത് പല കാലഘട്ടങ്ങളിൽ ഇല പൊഴിഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ ആ മരങ്ങളൊന്നും പട്ടുപോയിട്ടില്ല.
അത് തിരിച്ചു വരാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണോ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യം? കാരണം ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ തിരിച്ചുവരവൊക്കെ നടത്തിയ കാര്യങ്ങളൊക്കെ തിരിച്ചു വരും. എൻ്റെ സുഹൃത്ത് ഷബീർ പറയുന്ന പോലെ വളരെ എളുപ്പമല്ല. കാരണം 2 വർഷമേ ഉള്ളൂ ഇനി അടുത്ത ഇലക്ഷന്. ഇപ്പോൾ കോൺഗ്രസ് ആ രീതിയിലുള്ളൊരു വർക്ക് നടക്കും. നേരത്തെ പറഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മോഡിയും BJPയും അതെ അവർ ഈ 2 വർഷം മുമ്പല്ല, അവർ 2 വർഷം മുമ്പ് തന്നെ അവർ അടുത്ത 1 വർഷം NDA ഗവൺമെൻറ് 1 വർഷം പൂർത്തിയാക്കിയപ്പോൾ മുതൽ തന്നെ അടുത്ത ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനുള്ള അവരുടെ ഒരുക്കങ്ങളൊക്കെ അവർ ആരംഭിച്ചു കഴിഞ്ഞു. അവർ അത്രയും വളരെ പ്ലാൻഡായിട്ട് ഒരുപാട് പുതിയ ന്യൂ മീഡിയയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ സൈഡിൽ അങ്ങനെയൊന്നുമില്ല. കോൺഗ്രസ് വളരെ ദുർബലമാണെന്നുള്ള കാര്യത്തിൽ എൻ്റെ സുഹൃത്ത് ഷബീറും സമ്മതിക്കും. കാരണം ഇവിടെ കേരളത്തിൻ്റെ കാര്യം പോട്ടെ, മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വളരെ ദുർബലമാണ്. ആ ദുർബലമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പം കർണാടകത്തിലൊക്കെ ഒരു പുതുജീവൻ, ചെറിയൊരു ജീവൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ മൊത്തത്തിൽ ഒരു ഇതാണ്. അപ്പോൾ ആ 2 വർഷം എന്ന് പറഞ്ഞാൽ ഇതാന്ന് പറഞ്ഞു പോകും. 2 വർഷത്തിന് ഇപ്പോൾ അവരെന്താണ് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ഒരു പ്ലാൻ AICCയുടെ ഭാഗത്തു നിന്നോ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നോ അങ്ങനെയൊന്നും കാണുന്നില്ല. അങ്ങനെ യാതൊരു തരത്തിലുള്ള ഇപ്പോൾ ആന്റണി ഉണ്ടല്ലോ, AK ആന്റണി ആണല്ലോ. അപ്പം സോണിയാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തെ ഏറ്റവും വലിയ നേതാവ് AK ആന്റണിയാണ്. AK ആന്റണിയുടെ ഭാഗത്തു നിന്നോ അങ്ങനെ ഒരു ശ്രമം ഈ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജ്യതലത്തിൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിച്ചിട്ട് മോഡി ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് മോഡിയെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് കോൺഗ്രസിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ യാതൊരു നീക്കങ്ങളും കാണുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ എവിടെയെങ്കിലും കാണുന്നതായിട്ട് എൻ്റെ സുഹൃത്ത് ഷബീറിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. ദേശീയതലവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ മെച്ചം കേരളം എന്ന് പറയേണ്ടി വരും. താരതമ്യേന മെച്ചമാണ്. കാരണം എന്താ പറയുക, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മറുസൈഡ് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. മറുസൈഡ് വീക്കായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർ ചത്ത് കിടന്നാലും എണീക്കും. അപ്പം ആ രീതിയിൽ ഉള്ള ഒരു ഇതല്ലാതെ ഒരു കൺസെപ്റ്റഡ് ആയിട്ടുള്ള ഒരു എഫർട്ട് രാജ്യതലത്തിൽ ഓരോരോ സ്റ്റേറ്റിലും എങ്ങനെ അടുത്ത ഒരു സ്ട്രാറ്റജി NDA ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ NDA BJP നേതൃത്വം നൽകുന്ന NDA നേരിടാനുള്ള സ്ട്രാറ്റജി കോൺഗ്രസിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്നില്ല. രാജ്യം മൊത്തമുള്ള നമ്മൾ സിനേറിയ നോക്കിയാൽ അറിയാം, അങ്ങനെയൊന്നും കാണുന്നില്ല. പിന്നെ എന്താണ് 2 വർഷം കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും തിരിച്ചു വരും, അല്ലെങ്കിൽ യെച്ചൂരിയുടെയൊക്കെ സഹായത്തോടെ തിരിച്ചു വരുമെന്നൊക്കെ സ്വപ്നം കാണുന്നത് അത് ഒരു വളരെ റിമോട്ടായിട്ടുള്ള ഒരു ചാൻസ് മാത്രമാണ്. ഫക്രുദ്ദീൻ അലി എങ്ങനെയാണ് കാണുന്നത്? കാരണം അവിടെ ഒരു നാഷണൽ ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ ഒരു ദേശീയ ബദലിന് വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ മതേതര മുഖമുള്ള പാർട്ടികളെ ഒപ്പം ചേരുക. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത് അനിവാര്യത ആയിരിക്കാം എങ്കിൽ കൂടി മതേതര മുഖമുള്ള പാർട്ടികൾ ഒപ്പം ചേരുമെന്ന് പറയുമ്പോൾ തന്നെ ഇത് മുമ്പില്ലാത്ത ഒരു സാഹചര്യമാണ്. മുമ്പിപ്പം നമ്മൾ 80s 70s ഇന്ദിരാഗാന്ധി തോറ്റമ്പി, അന്ന് കോൺഗ്രസ് ആയിരുന്നു രാജ്യത്തെ ഏറ്റവും ശക്തമായ പ്രസ്ഥാനം. അടിയന്തരാവസ്ഥയൊക്കെ ഒരു പ്രശ്നമായിട്ട് കോൺഗ്രസിന് എതിർ ശക്തികളല്ല ഒരു അംബർല ഓർഗനൈസേഷൻ, ജനസംഘവും CPM-ഉം അങ്ങനെ എല്ലാ സംഘടനകളും അംബർല ഓർഗനൈസേഷൻ ഒരുമിച്ച് പ്രവർത്തിച്ച ഫലമായി തോൽപ്പിക്കാൻ പറ്റിയത്. അന്നും സംഘടിതമായ ഏറ്റവും വലിയ ശക്തി കോൺഗ്രസ്സാണ്. പക്ഷേ ഇന്ന് അതിനുശേഷം 90s വരുന്ന സമയത്ത് എന്താ സംഘടിതമായി BJP ഉയർന്നു വരുന്നു. എന്നാൽ അതേസമയം തന്നെ BJPയുടെ ഐഡിയോളജിയുമായിട്ട് ജനങ്ങൾക്ക് എപ്പോഴും ഒരു അകൽച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല, മോഡി കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. കോൺഗ്രസ് ഏതാനും സ്റ്റേറ്റുകൾ മാത്രമായിട്ട് ഒതുങ്ങുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് പോലും 2 സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരിക്കാൻ പറ്റുന്നില്ല. മോഡിയായിട്ട് ആ കാര്യത്തിൽ മത്സരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ വളരെ കൺസോൾട്ടേറ്റ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള പാർട്ടിയായിട്ട് ദേശീയ തലത്തിൽ ആര് മാറുന്നു? BJP മാറുന്നു. മാത്രമല്ല സംഘത്തിൽ നടക്കുന്ന കാര്യമാണോ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി കൊണ്ടുപോയാൽ തിരിച്ചുവരവ്? അല്ലേ, ഇതിപ്പം ഇന്ദിരാഗാന്ധിക്ക് എങ്ങനെയാണോ ഒരു അംബർല ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ഈ പറയുന്ന CPM അല്ല, ഞാൻ പറഞ്ഞത് ഈ ഒരുപക്ഷെ ബീഹാർ മോഡലിൽ വെക്കുമ്പോഴും അവിടെ നേതൃത്വത്തിലേക്ക് മറ്റ് കക്ഷികൾ പോലും രാഹുൽ ഗാന്ധിയെ ആഗ്രഹിക്കുന്നില്ല. അല്ല, രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നില്ല. പ്രധാനമായിട്ടൊരു ഓൾട്ടർനേറ്റീവാണ്. ഇവരിപ്പോൾ എല്ലാവരും ശ്രമിക്കുന്നത് വെച്ചാൽ BJPക്കെതിരെ മോഡിക്കെതിരെ ഒരു ഓൾട്ടർനേറ്റീവാണ്. ആ ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഈ പറയുന്ന ജനസംഘവും CPM-ഉം എല്ലാം കൂടി സോഷ്യലിസ്റ്റുകളും എല്ലാവരും കൂടിയിട്ട് ഇന്ദിരാഗാന്ധിക്ക് എതിരെ കൊണ്ടുവന്ന പോലെ ഒരു ഓൾട്ടർനേറ്റീവാണ് കൊണ്ടുവരിക. പക്ഷേ അതിൽ ബീഹാറിനെ പോലെ അത്ര എളുപ്പമായിരിക്കില്ല. ബീഹാറിൽ ലാലു വലിയ മഹാമനസ്കത കാണിച്ചു. പക്ഷേ മറ്റു ലോക്കൽ സെറ്റപ്സ് ഉണ്ടല്ലോ, ഉദാഹരണമായിട്ട് ശരത് പവാർ, അതുപോലെ തന്നെ മുലായം ആൻഡ് മായാവതി, ഇവരൊക്കെ എത്രത്തോളം യോജിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ശക്തമായ ഒരു അംബർല ഓർഗനൈസേഷനിലോ അംബർല അലയൻസ് ഉണ്ടായിക്കൊണ്ട് മാത്രമാണ് BJP നേരിടാൻ പറ്റുള്ളൂ. അതിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം നിർണായകമാണ്. രാഹുൽ ഗാന്ധിക്ക് പൊതുവെ നെഹ്റു കുടുംബത്തിൻ്റെ
ഒരു പിന്തുണ തലമുറക്കാരൻ എന്ന രീതി അത് വലിയൊരു ആക്സെപ്റ്റൻസ് ഉണ്ട്. പക്ഷെ അതിന് എത്രത്തോളം ഉയരാൻ അദ്ദേഹത്തെ പറ്റാതെ പോകുമ്പോഴാണ് പലപ്പോഴും അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ നിൽക്കട്ടെ, പക്ഷെ അതേസമയം തന്നെ പ്രവർത്തനം കൂടുതൽ സുസംഘടിതവും സുസജ്ജവുമായിരിക്കണം. ആ ഹൈപ്പിന്റെ പിന്നാലെ അല്ലെങ്കിൽ ഇന്നലകൾ എൻ്റെ ഉപ്പൂപ്പ ആന ഉണ്ടായെന്ന് പറഞ്ഞിട്ടല്ല, ആന ഇപ്പം പോയി എന്നുള്ള സംഭവം. പക്ഷെ ആനനെ മേടിക്കാനുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ട്. പക്ഷെ BJP കൂടെ അതിനുള്ള അവസരം കൊടുക്കണം. മോഡി ഇപ്പോൾ ഒന്നിന് പോയി സ്കോർ ചെയ്യുന്നുള്ള വസ്തുതയാണല്ലോ. ശ്രീ KVS ഹരിദാസ്, അതായത് നേരത്തെ വിലയിരുത്തിയ ഒരു താരതമ്യം, അതായത് ദേശീയ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ അതിൽ കുറച്ചുകൂടി മെച്ചം കേരളം എന്ന് പറയേണ്ടി വരുന്നു. അവിടെ ഉമ്മൻചാണ്ടിയും കൂടിയുള്ള നേതാവിനെയൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ച് ഒരു ദേശീയ തലത്തിലേക്ക് പോലും നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ KVS. പ്രജീഷേ, ഇപ്പോൾ ഷഫീറും ഒക്കെ സൂചിപ്പിച്ച ഒരു ദേശീയ ഓൾട്ടർനേറ്റീവിനെ കുറിച്ചുള്ള ചർച്ച ഉണ്ടായല്ലോ. അതെ, ഞാൻ ഇതിനകത്ത് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് കേജ്രിവാൾ വന്നിരുന്നു. കേരള ഹൗസിൽ അവർ ഒന്നിച്ചിരുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും അഭിപ്രായപ്പെട്ടത് ഒരേ ദിശയിലാണ്. ഓൾട്ടർനേറ്റീവ് വേണം ദേശീയ തലത്തിൽ, പക്ഷെ അത് കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആകാൻ പറ്റില്ല. കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ചിന്തിക്കാൻ കേജ്രിവാൾ തയ്യാറല്ല, CPM തയ്യാറല്ല. ഇപ്പോൾ സീതാറാം യെച്ചൂരി സോണിയാഗാന്ധിയെ കാണുമോ, രാഹുൽ ഗാന്ധിയെ കാണുമോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അത് ഒരു പക്ഷേ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പാവാം, അല്ലെ അദ്ദേഹത്തിൻ്റെ തന്നെ രാജ്യസഭ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യമാവാം, അതെന്തും ആയിക്കോട്ടെ. പക്ഷേ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഒരു ഓപ്ഷൻ കണ്ടെത്താൻ പറ്റും. പക്ഷെ മറ്റത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ദേ വിൽ ഹാവ് ടു പ്രൊജക്റ്റ് എ പേഴ്സൺ. ഒരു നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ ഇന്നത്തെ ഒരു ടോളസ്റ്റ് ഫിഗറായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ബദലായിട്ട് ഒരാളെ ഉയർത്തി കാണിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയണം. ഒരു ഏക വ്യക്തിത്വം ഉണ്ടാവണം ആ സ്ഥാനത്തേക്ക്. അതിന് രാഹുൽ ഗാന്ധി ആവണം എന്നാണ് സോണിയാഗാന്ധി മുതൽ ഷഫീർ വരെയുള്ളവർ ആഗ്രഹിക്കുക. പക്ഷേ CPMൻ്റെ നിലപാടെന്താ? രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇറങ്ങിയാൽ കേരളത്തിൽ ഉൾപ്പെടെ അവരുടെ പച്ച തൊടുവോ ഇന്നത്തെ സാഹചര്യത്തിൽ? കാരണം വസ്തുതയാണ്, രാഹുൽ ഗാന്ധി ഇനിയും ഇമ്മച്വറാണ്. ദേശീയ രാഷ്ട്രത്തിൽ ഒരു പാർട്ടി അധ്യക്ഷനാകുന്ന കാര്യത്തിൽ പോലും പോരായ്മയുണ്ട് എന്ന് കരുതുന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. കോൺഗ്രസ്സുകാർക്ക് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധി എങ്കിൽ രാഹുൽ ഗാന്ധി, ഇല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന കാലഘട്ടമാണിത്. പക്ഷെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്റ്റാച്ചർ പരസ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വസ്തുത. ഒറ്റ കാര്യം ഇത് കേൾക്കൂ. നിങ്ങൾ ഇമ്മച്വർ എന്നുള്ള വാക്ക് ഇമ്മച്വർ എന്നുള്ള വാക്ക് BJPക്കാർ കൃത്യമായിട്ട് ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് ഇമ്മച്വർ ആയിട്ട് തോന്നിയ ഒരു കാര്യം പറഞ്ഞേ. രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എല്ലാ ചർച്ചയിലും ഇമ്മച്വർ എന്ന് പറയുകയും മോഡിയെ വല്ലാതെ ഉയർത്തുകയും ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുള്ള ഒരു ഇമ്മച്വർ എന്ന് പറഞ്ഞേ. പറയാനാണെങ്കിൽ ഒരു മണിക്കൂർ ശ്രീ ഷഫീർ, ഇതൊരു അജണ്ടയാണ്. ഒരു പാർട്ടിയെയും ഒരു പാർട്ടിയുടെ സംവിധാനത്തെ തകർക്കാൻ നേതാവിനെ തകർക്കുക, നേതാവിന്റെ ഇമേജ് ഇടിക്കുക, നേതാവിനെ തന്നെ ഇല്ലാതാക്കുക, ഇതല്ലേ നിങ്ങളുടെ അജണ്ട? ഇത് നിങ്ങളുടെ ഫാസിസ്റ്റ് അജണ്ടയുടെ ഭാഗമല്ലേ? അല്ല ഷഫീർ, ഇത് KVSന്റെ ഉള്ളിൽ കിടക്കുന്ന സംഘപരിവാർ അജണ്ടയല്ലേ? രാഹുൽ ഗാന്ധി മെച്ചുവേർഡ് ആണ്, കോൺഗ്രസിന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകൂ. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഒരു തോന്നല് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കുണ്ടോ? പിണറായി വിജയൻ പറഞ്ഞില്ലേ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന്. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ ശത്രു കോൺഗ്രസ്. അവിടെ ആം ആദ്മി പാർട്ടി 3ാം സ്ഥാനത്തായപ്പോൾ 2ാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസ്. ഇവിടെ CPM ആണ് ഇവിടുത്തെ കക്ഷി. CPMന്റെ മുഖ്യ ശത്രു BJP അല്ല, ഇവിടെ കോൺഗ്രസാ. ഇവിടെ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു, അത് അവരുടെ മുഖ്യ കക്ഷി എന്ന് പറയുന്നത് BJP അല്ല, കോൺഗ്രസാ. എന്തുകൊണ്ടാണെന്നറിയോ അവർ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേരില്ല എന്ന് ആം ആദ്മി പറയുന്നതിന്റെ കാര്യം എന്താ? അവർ പഞ്ചാബിൽ നേരിട്ട ഞങ്ങളെയാ, ഗോവയിൽ നേരിട്ട ഞങ്ങളെയാ, UPയിൽ അവ പ്രശ്നമില്ല. അപ്പൊ എവിടെയാണോ കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത്, അവർ ഒരു കാലത്തും കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോം വരുമെന്ന് വിചാരിക്കണ്ട. അവർ നേതാവിനെതിരായി ഇമ്മച്ചർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞതല്ല, ഒരു കോമൺ പ്ലാറ്റ്ഫോറത്തിൽ വരുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാ ബിജെപിക്കെതിരായിട്ട് ഒറ്റ സ്ഥാനാർത്ഥി എന്നുള്ള സങ്കല്പത്തിലേക്ക് നിങ്ങൾ എങ്ങനെ എത്താൻ പോകുന്നേ? ഇങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ, പ്രതിപക്ഷത്തെ അവസ്ഥയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ? ഇപ്പോൾ ബംഗാളിൽ നിങ്ങളും CPM കൂടി സഖ്യം ഉണ്ടാക്കി, എന്നിട്ട് എന്താ നേട്ടം ഉണ്ടായത്?
എന്തൊരവസ്ഥയിലാണ് ഇപ്പോൾ രണ്ട് പാർട്ടികളും ചെന്ന് എത്തപ്പെട്ടിരിക്കണേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടതല്ലേ? ഒന്നാം സ്ഥാനത്ത് തൃണമൂല്, രണ്ടാം സ്ഥാനത്ത് 40,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ BJP വന്നു. CPM-ഉം BJP-യും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? കോൺഗ്രസിന് കിട്ടിയത് 3000 വോട്ട് തികച്ചു കിട്ടിയോ അവിടെ? ആ നിലയിലേക്ക് കോൺഗ്രസ് തകർന്ന് തരിപ്പണായില്ലേ? ഞാൻ പറഞ്ഞു വരുന്നു, 98-ലും അതിനുശേഷം 99-ലെ തെരഞ്ഞെടുപ്പിലും അടൽ ബിഹാരി വാജ്പേയിയുടെ തരംഗം ഉണ്ടായിരുന്ന സമയത്തെല്ലാം കോൺഗ്രസ് തീർന്നു, ഇനി BJP ആണെന്ന് പറഞ്ഞിടത്തുനിന്ന് തന്നെയാണ്. അവിടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. നേതാവിന്റെ സമയക്കുറവുണ്ട്. ഒരു കാര്യം കൂടി ഇല്ല അവസാനമായി, കാരണം ഈ KPCC-യുടെ ഭാരവാഹികളൊക്കെ വരുമ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ സംഘടനാ തെരഞ്ഞെടുപ്പാണെങ്കിൽ ആയിക്കോട്ടെ, സമവായാണെങ്കിൽ ഈ ജംബോ കമ്മിറ്റികളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഇല്ല, അതും അതിനെന്തായിരിക്കും ഒരു അവസ്ഥ? ഇതിനകത്ത് ഞാൻ പറയാലോ, ജംബോ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവസാനത്തെ വാക്ക് ബഹുമാനായ ശ്രീ A.K. ആന്റണി സാറാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ അവസാനത്തെ വാക്ക് A.K. ആന്റണി സാറാണ്. അതായത് ജംബോയിലെല്ലാം ഒരു മാറ്റം ഉണ്ടാവും. ജംബോയിൽ മാറ്റം വരുത്തണമെന്നും തീരുമാനിക്കപ്പെടേണ്ടത് ഈ കോർ കമ്മിറ്റിയാണ്. ഞങ്ങൾ ഇപ്പോഴും പറയാം, കോൺഗ്രസിന് കേരളത്തിൽ ഒരു തകർച്ചയില്ല. ശ്രീ PV മുരുകൻ, അവസാനമായി അങ്ങനെ ഒരു മാറ്റം കാണുമോ? കാരണം കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അതിന് മുമ്പോഴൊക്കെ ഈ സമവായത്തിലേക്ക് എത്തുമ്പോഴൊക്കെ ഈ ജംബോ എന്ന അതിലേക്ക് എത്തേണ്ട അനിവാര്യ ഘടകത്തിലേക്ക് പോരുന്നു പല സമവാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അതേ അവസ്ഥയിൽ നിന്നൊരു മാറ്റം എങ്ങനെ കാണാൻ കഴിയും? കാരണം എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം എല്ലാ ജാതി മത സംവിധാനങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ജംബോ. അപ്പം ഒരു കണക്കിന് നല്ലതാണ്. കാരണം വെച്ചാൽ ജനാധിപത്യത്തിൽ അങ്ങനെ നമ്മൾ മൊത്തം പാർട്ടി സെറ്റപ്പിൽ മൊത്തം ജനങ്ങൾ വോട്ട് ചെയ്യുന്നവർ മുഴുവൻ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളായിട്ട് വരുന്നത് നല്ല സംവിധാനമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം അതല്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ KPCC-ക്ക് പുതിയൊരു പ്രസിഡന്റ് വരുന്നു. പ്രസിഡന്റ് ഇപ്പം നിലവിലുള്ള താൽക്കാലികമായി തുടരുന്ന ആൾ തുടരണോ, അല്ലെങ്കിൽ ജനാധിപത്യപരമായി താഴെത്തട്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത് വരുന്നിട്ട് അവസാനം തെരഞ്ഞെടുപ്പിലൂടെ വരണമെന്ന് ചോദിച്ചു. വേറൊരു കാര്യം പറയാം, തെരഞ്ഞെടുപ്പിലൂടെ വന്നാൽ തന്നെ സംസ്ഥാനത്ത് ലെവലിൽ തന്നെ അവസാനിക്കും. അല്ല, ദേശീയ തലത്തിൽ ഒരിക്കലും അത് പോകത്തില്ല. ദേശീയ തലത്തിൽ ഒരിക്കലും ഒരു ജനാധിപത്യമൊന്നുമില്ല. ജനാധിപത്യം നമുക്കറിയാമല്ലോ. ദേശീയ തലത്തിൽ ജനാധിപത്യം ഇല്ലെന്നറിയാം. കാരണം ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാളായിരിക്കും എപ്പോഴും ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ജനാധിപത്യം ഇല്ല. ജനാധിപത്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് തെരഞ്ഞെടുത്ത് പോയിട്ട് AICC തെരഞ്ഞെടുപ്പ് നടത്തണം. അങ്ങനെ ഒരു സാധ്യത നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. AICC തെരഞ്ഞെടുപ്പ് നടത്തണം. AICC തെരഞ്ഞെടുപ്പ് നടത്തി ആന്റണിയൊക്കെ ചിലപ്പം AICC പ്രസിഡന്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു സംവിധാനമൊന്നും ഇല്ല. അപ്പം ഇവിടെ കേരളത്തിനകത്ത് മാത്രമേ ഇവിടെ സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെ ഉറപ്പിക്കാൻ കഴിയും. അല്ല, അങ്ങനെ അങ്ങനെയാണെങ്കിൽ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതാണ് നമ്മൾ വ്യക്തമാണല്ലോ. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, കരുണാകരനേക്കാൾ വലിയ ചാണക്യനായ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ഒരു ചാണക്യനോട് ആവശ്യമാണ് ഇപ്പം കോൺഗ്രസിന്. അല്ല, ഇപ്പോൾ ചത്ത് കിടക്കുന്ന കോൺഗ്രസിനെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് വേറെ ഓപ്ഷനൊന്നും കാര്യമൊന്നുമില്ല. അപ്പം ഉമ്മൻചാണ്ടി വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അത് ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് പോയി, പാർട്ടി ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് പോയി അവിടെ AICC ഓഫീസിന് പോയി സത്യാഗ്രഹം കിടന്നെങ്കിലും ഉമ്മൻചാണ്ടി കൊണ്ടുപോകും, നിർബന്ധിക്കണം. യെസ്, അത് തന്നെയായിരിക്കും ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയും ആഗ്രഹിക്കുക. എന്തായാലും 26-ാം തീയതി അടിയന്തര യോഗം ഭാരവാഹികളുടെ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിരിക്കുന്നു. ഹസനെ മാറ്റി കരുത്തുള്ള ഒരു നേതാവ് ആരായിരിക്കണം എന്ന ചർച്ചയായിരിക്കും 26-നും ചേരുക. ചർച്ചയിൽ പങ്കെടുത്ത KVS ഹരിദാസ്, PV മുരുകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫക്രുദ്ദീൻ അലി, കോൺഗ്രസ് നേതാവ് BRM ഷഫീർ. നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.